കുതിരവണ്ടി, അതാ കുതിരവണ്ടി. കുതിരവണ്ടി എവിടെ കുതിരവണ്ടി? എന്താ സ്പീഡ്? നേരെ വന്ന് ഒറ്റയിടി. ഈ നേരത്തെ ഇത്രയും സ്പീഡിൽ വന്നിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട, ഇത് സ്വപ്നം കണ്ടതാ. വല്ലാതെ വിയർത്ത് കുളിച്ചിട്ടുണ്ടല്ലോ. കുതിര കുറെ ദൂരം ഓടിച്ചല്ലേ. കുടിക്കാൻ കുറച്ച് കുതിര എടുക്കട്ടെ, വെള്ളം എടുക്കട്ടെ. വേണ്ട. നമ്മളൊരു നൈസാമിന്റെ കുതിരവണ്ടി വാങ്ങി ഭയങ്കര നഷ്ടത്തിൽ വിറ്റില്ലേ, ആ നഷ്ടം ഓർത്ത് കിടന്നിട്ടുണ്ടാവും. അതാ സ്വപ്നം കണ്ടത്. നീ പടാ നൈസാമിന്റെ കുതിരവണ്ടി. അതൊന്നും ഞാനിപ്പോ ഓർക്കാറില്ല. പിന്നെ ഏത് കുതിരവണ്ടി? നീ എന്താ ആലോചിക്കുന്നേ? ആൽബർട്ടോ, ഇതിനകത്ത് വന്ന് കിടക്കരുതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? വൃത്തിയാക്കണമെന്ന് പറഞ്ഞായിരുന്നു, അതിന് വന്നതാ. ഇതെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ആദ്യമായിട്ടാണോ കുതിരവണ്ടി കാണുന്നത്? പപ്പയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെക്കാണ്. ഇങ്ങനൊരു കുതിരവണ്ടി പപ്പയ്ക്ക് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ എന്താ കാരണം? സ്തേവാച്ചൻ പറഞ്ഞിരുന്നോ? ഇല്ല, അതൊന്നും അല്ല. ഈ കുതിരവണ്ടി, അതെ ഇത് തന്നെ. ഞാൻ ഈ കുതിരവണ്ടി സ്വപ്നം കണ്ടു. ശരിക്കും നല്ലൊരു പേടിപ്പിക്കുന്ന സ്വപ്നം. ഇതേ വണ്ടി മുന്നിലേക്ക് ഓടിച്ചെന്നപ്പോൾ ഞാൻ മാറാനായി കുതിരക്കാരൻ അലറുന്നത് വരെ ഞാൻ കേട്ടു. അത്തരം സ്വപ്നങ്ങൾ ഞാനും ഒരുപാട് കാണാറുണ്ട്. ടെൽമി, അകത്ത് ഞാനുണ്ടായിരുന്നോ? ഇല്ല, ഉണ്ടായിരുന്നില്ല. എന്നാൽ പീയൂഷ ഉണ്ടായിരുന്നോ? ആരാത് പീയൂഷ? പീയൂഷ ഞങ്ങളുടെ കുതിരയാണ്. ഈ വണ്ടിയിൽ എന്നെയും മഹേശ്വരനെയും എല്ലായിടവും കൊണ്ടുപോകുന്നത് അവളായിരുന്നു. ഇതിൽ 2 കുതിരകളുണ്ടല്ലോ. ഉണ്ട്, പീയൂഷയും പ്യൂണോയും. പീയൂഷയ്ക്കായിരുന്നു മഹേശ്വരനെ ഏറ്റവും ഇഷ്ടം. ആ, ഞാൻ ഒരാളെ കാണിച്ചു തരട്ടെ. ആരെ? വരൂ. മഹേശ്വരാണല്ലേ? ഈശ്വര, he was so young. ഇത്ര ചെറുപ്പത്തിലെ ഇത്ര മനോഹരമായ സംഗീതമൊക്കെ. ഈ ചിത്രത്തിലേക്ക് നോക്കി ഞാൻ ഇന്നത്തെ മഹേശ്വരനെ സങ്കല്പിക്കും. മുൻവശത്തെ മുടി കുറെ കൊഴിഞ്ഞിട്ടുണ്ടാകും. കാഴ്ചയില്ലാത്തതുകൊണ്ട് മുഖം എപ്പോഴും ഉയർത്തിപ്പിടിച്ചാണ് മഹേശ്വർ നടക്കാറ്. ആ തലയെടുപ്പ് ഇപ്പോഴും കാണും. മുഖത്ത് ചുളിവുകളുണ്ടാവും, എന്നാലും കണ്ണുകളിലെ ആ തിളക്കം പോയി കാണില്ല. എന്നെ ഓർക്കുന്നുണ്ടാവും. മഹേശ്വർ ഒരിക്കലും എന്നെ മറക്കില്ല.